ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രിയങ്കെ ഞങ്ങൾ നോക്കിക്കോളാം സുകുമാരിയമ്മേ. സുകുമാരിയമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിങ്ങൾ കൂടെ ഉള്ളതാ ഇപ്പൊ എന്റെ ഒരു വിശ്വാസം. ഞങ്ങളുടെ ശക്തി എന്താണെന്നേ വൈകാതെ സുകുമാരിയമ്മയ്ക്ക് കാണിച്ചു തരാം. എന്റെ ഈ നേട്ടത്തിന് എനിക്ക് വേണ്ടപ്പെട്ട ആളുകളെയാണ് ഞാനിപ്പോ വിളിച്ച് എന്റെ ചുറ്റും നിർത്തിയിരിക്കുന്നത്. കുറച്ചുനാൾ കഴിഞ്ഞ് നമുക്ക് ഇതിലും വലിയൊരു ഫംഗ്ഷൻ നടത്താം. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് വരുൺ എന്തായാലും 2 വാക്ക് പറയും. അല്ല, ചേട്ടനെ കുറിച്ച് ഞാനിപ്പോ എന്താ പറയുക? നമ്മുടെ ഈ കഠിനപ്രയം എന്നൊക്കെ പറയില്ലേ, ചില നേരത്തെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചേട്ടനാണ് ആ വാക്ക് കണ്ടുപിടിച്ചതെന്ന്. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ അതിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ്, വിജയം കണ്ടിട്ടേ മടങ്ങൂ എന്നുള്ളൊരു ഒരു തീരുമാനം, അതിന്റെ റിസൾട്ടാ ചേട്ടൻ ഇപ്പൊ നിൽക്കുന്ന ഈ പൊസിഷൻ. ഫ്യൂച്ചറിൽ ഇതിനേക്കാളും വലിയ നേട്ടങ്ങൾ ചേട്ടൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കേട്ടോ? സച്ചു, ഈ കേക്ക് ഒന്ന് മുറിച്ച് എല്ലാവർക്കും കൊടുത്തേ. ബെറ്റി, രാധികയുടെ കാര്യം പറയുന്നില്ലേ? ഗൈസ്, നമുക്കൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. വരുണിന്റെ ഭാര്യ നല്ലൊരു പാട്ടുകാരി കൂടിയാ. വരുണിന്റെ ഭാര്യ ഒരു സിനിമയിൽ പാടിയിട്ടുമുണ്ട്. ആ പാട്ടിനി പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അതിനു മുൻപ് രാധികയുടെ പാട്ട് കേൾക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. രാധിക ഒന്ന് പാടിക്കൂടെ? അതെ, നിങ്ങളെ ഞാൻ സമ്മതിച്ചു. പാടുവെന്ന് ചോദിച്ചിട്ട് സ്റ്റേജിൽ കയറി അനൗൺസ് ചെയ്യാണ് ഒരു രീതി. ഇതിപ്പോ അനൗൺസ്മെന്റ് കഴിഞ്ഞില്ലേ? പാടോ? പാട്. ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഞാനും വരുണും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവരും. താൻ ധൈര്യമായിട്ട് പഠിക്കോ? ഞാൻ പെട്ടെന്ന് കയറി പറഞ്ഞത് കുഴപ്പമായോ? അതല്ല, ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. ടേക്ക് യുവർ ഓൺ ടൈം. കണിമംഗലത്ത് നിന്ന് ചെറിയമ്മ മുത്തശ്ശി എന്താ ചോദിക്കും? ഹലോ, പ്രിയങ്കയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തു പറയാനാ ഉർവശി, ഒരു ഭേദവും ഇല്ല. ഓരോ ദിവസം ചെല്ലുന്തോറും എനിക്ക് പേടിയായിക്കൊണ്ടിരിക്കുക. എന്റെ മോൾ എന്നും ഇങ്ങനെ ആയി പോവോന്ന്. അങ്ങനെയൊന്നുമില്ല, എല്ലാം നേരെയാവും. സത്യം പറഞ്ഞ എനിക്കും കൽപ്പനയ്ക്കും പ്രിയങ്ക വന്നൊന്ന് കാണുന്നുണ്ട്. പക്ഷേ
അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടിട്ട് വരാൻ തോന്നുന്നില്ല. എങ്ങനെയാ അത് കണ്ടു നിൽക്കുക? അയ്യോ പാവം. ഞാനും കൽപ്പനയും ഏതു നേരവും നിങ്ങളുടെ കാര്യങ്ങളെ സംസാരിക്കുന്നത്. പ്രിയങ്ക ഇങ്ങനെ ആയതിന്റെ ഉത്തരവാദിത്വം രാധികയ്ക്ക് തന്നെയാ. അവള് വരുണിനെ ആഗ്രഹിച്ചില്ലെങ്കിൽ ഇന്നും പ്രിയങ്ക കണിമംഗലത്ത് ജീവിക്കേണ്ടവളല്ലേ? ആ പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രിയങ്ക ഇത്തരത്തിലാക്കിയതും മുത്തശ്ശിയെ ഭ്രാന്തിയാക്കിയതും ഒക്കെ അവളുടെ പ്ലാനിങ്ങാ. അവളെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. എന്ത് വിചാരിച്ചാലും അത് നേടിയെടുക്കാനുള്ള ഒരു പ്രത്യേക സിദ്ധിയുണ്ടവക്ക്. അതിന് മുതിർന്നവരെ അവൾക്ക് കൂടെ നിർത്താനും അറിയാം, ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനും അറിയാം. പിന്നെ എന്റെ മനസ്സിൽ ഒരു പ്രതികാരം ഉണ്ട് ഉർവശി. പക്ഷേ എന്റെ മോള് ഈ അവസ്ഥയിരിക്കുമ്പോ എനിക്ക് എന്തിനെങ്കിലും ഇറങ്ങിത്തിരിക്കാൻ പറ്റുമോ? അതിനെ ഞാനും കൽപ്പനയില്ലേ. നമ്മൾ ഒന്നിച്ചു നിന്നാലേ അവളും വരണുവേ നമ്മുടെ മുമ്പിൽ നിസ്സാരമാ. അതെ, പിന്നെ അന്ന് ഞാൻ കൊടുത്തുവിട്ട മാല ഇപ്പോഴും യശോദയുടെ കഴുത്തിലുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. ഞങ്ങള് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വിശദമായിട്ട് സുകുമാരിയമ്മയോട് ഞാൻ പിന്നീട് പറയാം. ആ പ്ലാൻ വിജയിച്ച രാധിക കണിമംഗലത്ത് നിന്നും ഇറങ്ങേണ്ടി വരും. കുറച്ചു നാളത്തേക്കല്ല, എന്നേക്കുമായിട്ട്. അപ്പോഴേക്കും പ്രിയങ്കയുടെ അവസ്ഥ ശരിയാവുകയാണെങ്കിൽ പ്രിയങ്കയ്ക്ക് ഇങ്ങോട്ട് വരികയും ചെയ്യാം. അയ്യോ, നിനക്ക് ശരിയാവുമെങ്കിൽ അങ്ങോട്ട് ചെല്ലാന്ന്. പ്രിയങ്കയെ ഞങ്ങൾ നോക്കിക്കൊള്ളാം സുകുമാരിയമ്മേ. സുകുമാരിയമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിങ്ങൾ കൂടെ ഉള്ളതാ ഇപ്പൊ എന്റെ ഒരു വിശ്വാസം. ഞങ്ങളുടെ ശക്തി എന്താണെന്നേ വൈകാതെ സുകുമാരിയമ്മയ്ക്ക് കാണിച്ചു തരാം. ആ, ഞാനിപ്പോ ഫോൺ വെക്കുകയാണേ. പ്രിയങ്കയ്ക്ക് തൽക്കാലം ഒന്നും ബുദ്ധി ഇപ്പോഴൊന്നും നേരെയാവാൻ പോകുന്നില്ല. ആ തള്ളയാണെങ്കി രാധികയ്ക്കെതിരെ ആരെന്ത് ചെയ്താലും കൂട്ടുനിൽക്കും. ഇവരെ നമുക്ക് ഉപയോഗിക്കാം. അത് രാധികയെ തോൽപ്പിക്കാൻ മാത്രമല്ല, ആറ്റുവാശ്ശേരി മുഴുവൻ മൊത്തം ഇല്ലാതാക്കാൻ. എന്തായാലും വൈകാൻ പാടില്ല ചെറിയമ്മേ. വൈകുന്ന ഓരോ നിമിഷവും നമ്മുടെ കാര്യം അപകടത്തിലായിക്കൊണ്ടിരിക്കാം. നമുക്കെതിരെ സംസാരിച്ച ഒരു നാവും ഇനി പൊന്താൻ പാടില്ല. അത് രാധികയുടേതായാലും വരുണിന്റേതായാലും മുത്തശ്ശിയുടേതായാലും.